ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ മാർക്കറ്റ് അപ്ഡേറ്റുമായിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ക്രിപ്റ്റോമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും നിർബന്ധമായിട്ടും വീഡിയോ കണ്ടിരിക്കണം. കാരണം നിലവിലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഓരോ ദിവസവും വലുതായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എവിടെ വരെ ക്രിപ്റ്റോ മാർക്കറ്റ് പോകും, എന്താണ് നിലവിൽ നമ്മൾ എടുക്കേണ്ട ആക്ഷൻസ് എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റ്സ് എഴുതി അറിയിക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ട്വിറ്ററും ടെലഗ്രാമും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ടെലഗ്രാം ചാനലിലും ട്വിറ്ററിലും കൃത്യസമയത്ത് അപ്ഡേറ്റുകൾ അത് ഏത് സമയത്താണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, കൃത്യസമയത്ത് തന്നെ ട്രംപിൻ്റെ പോസ്റ്റ് ഇട്ട് 30 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറാനോട് ട്രംപ് പറഞ്ഞത് ന്യൂക്ലിയർ ഡീലിൽ സൈൻ ചെയ്യാനാണ്. ന്യൂക്ലിയർ വെപ്പൺസ് യൂസ് ചെയ്യാൻ പാടില്ല. ഒരു ഡീലിൽ സൈൻ ചെയ്യാൻ പറഞ്ഞ സമയത്ത് ഇറാൻ അത് റെഫ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഇറാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ആ ഡീലൊന്നും സൈൻ ചെയ്യാൻ പറ്റില്ല, ഞങ്ങളിനി യുദ്ധം കൂടുകയാണ് എന്നുണ്ടെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്ക് വരെ ഇസ്രായേലിന് നേരെ നടത്തും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കൊണ്ടാണ് എല്ലാവരും പേടിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും ഒരു വേൾഡ് വാർ 3 വരെ കൊണ്ടുപോയി എത്തിച്ചേക്കാം. അപ്പോൾ എല്ലാ രാജ്യങ്ങളിലും പങ്കുചേരും. വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ക്രൈസിസും കാര്യങ്ങളൊക്കെ വരും. അതിനോടൊപ്പം തന്നെ നമ്മളുടെ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിപ്റ്റോ മാർക്കറ്റ് വലിയ രീതിക്ക് ഡംപാവും എന്നുള്ളതാണ്. നിലവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സിറ്റിസൻസിനോട് ഉടനെ തന്നെ ഇറാൻ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞുള്ള വാർണിങ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ചൈനയും പറയുന്നുണ്ട് ഇറാൻ വിട്ട് അല്ലെങ്കിൽ ഇസ്രായേൽ വിട്ട് ഉടനെ തന്നെ പുറത്തു പോവുക എന്നുള്ള കാര്യം. അപ്പോൾ എന്തോ വലുതായിട്ട് നടക്കാൻ പോകുന്നുണ്ട് എന്നാണ് ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാവരും പേടിക്കുന്നത്. അതുപോലെ തന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും എല്ലാം തന്നെ പേടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ക്രിപ്റ്റോ മാർക്കറ്റിനായിക്കോട്ടെ സ്റ്റോക്ക് മാർക്കറ്റിനായിക്കോട്ടെ അൺസർട്ടനിറ്റി ആർക്കും ഇഷ്ടമല്ല. ഒന്നെങ്കിൽ താഴത്തേക്ക് പോകണം അല്ലെങ്കിൽ മുകളിലേക്ക് പോകണം. അറ്റാക്ക് നടക്കും അറ്റാക്ക് നടക്കില്ല എന്നുള്ള സംശയത്തിലാണ് ക്രിപ്റ്റോ മാർക്കറ്റും ഇൻവെസ്റ്റേഴ്സും എല്ലാവരും തന്നെ ഉള്ളത്. അതുകൊണ്ടാണ് മാർക്കറ്റ് നിലവിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഈ ട്രേഡ് ഒന്ന് ക്ലോസ് ചെയ്ത് കളയാം. അതിന് മുമ്പേ അടുത്ത ട്രേഡാണ്. ഇന്നലെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബിറ്റ്കോയിൻ ഏകദേശം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് നല്ലൊരു വോളിയത്തോടെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഞാനൊരു ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ പോകുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇവിടെയാണ് ഈ ഒരു ന്യൂസ് വന്നതും ക്രിപ്റ്റോ മാർക്കറ്റ് അല്ലെങ്കിൽ ബിറ്റ്കോയിൻ താഴത്തേക്ക് വരാൻ സ്റ്റാർട്ടായതും. ഓക്കെ, ഇപ്പോൾ താഴത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് കാണാൻ പറ്റും താഴത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലെവൽ 108K ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിനി ഒരു ബുള്ളിഷ് കണ്ടീഷനായിട്ട് ബിറ്റ്കോയിനെ പറയാൻ പറ്റുക. 108K ബ്രേക്ക് ചെയ്യുകയും പിന്നീട് മാർക്കറ്റ് മുകളിലേക്ക് പോയതിനു ശേഷം ഒരു ഓൾ ടൈം ഹൈ 112K 113K അങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, പക്ഷെ നിലവിലെ കണ്ടീഷൻ വെച്ചുകൊണ്ട് ഇവിടെ നിന്നും മാർക്കറ്റ് ഈ ഒരു ഫേക്ക് ഔട്ട് നടത്തി തിരിച്ച് താഴത്തേക്ക് വരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 105K നിലവിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, ഇതിനു മുൻപ് ട്രംപും ഇലോണും തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു 2-3 ദിവസം മുൻപ്, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ട് മാത്രമാണ്, അവർക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു സ്റ്റണ്ട് മാത്രമാണ് എന്നുള്ളത് കൃത്യമായിട്ട് ടെലഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 110K നിന്നും ഏകദേശം 102K വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു വാറിൻ്റെ ന്യൂസ് വന്നിട്ട് പോലും അത്രയും വലിയൊരു ഡിപ്പൊന്നും മാർക്കറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? കാരണം എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് അടുത്ത ന്യൂസ് വരുന്നത് നോക്കിയതിന് ശേഷം. അപ്പോൾ വലിയൊരു വാറിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ ഉറപ്പായിട്ടും ഈ ഒരു 100K ലെവലിലേക്കൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളൊരു ബിഗർ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഡെയിലി ക്ലോസ്, ഞാനിപ്പോൾ പറയുന്നത് ഒരു ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണ്. ഷോർട്ട് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 105K താഴെ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ല. മാർക്കറ്റ് മുകളിലേക്ക് തന്നെ ആയിരിക്കും വീണ്ടും കണ്ടിന്യൂഷൻ ഉണ്ടാവുക. ഇനി 105K താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്നത്തെ ഈ ഡെയിലി ക്യാൻഡിൽ 11 മണിക്കൂർ 21 മിനിറ്റാണ് ക്ലോസ് ആവാനുള്ളത്. ക്ലോസ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് തിരിച്ച് ഒരു 100K വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ബെയറിഷ് കണ്ടീഷനിലേക്ക് മാർക്കറ്റ് വരും. ഇപ്പോൾ സൈഡ് വൈസ് ആണ്, അതൊരു ബെയറിഷ് കണ്ടീഷൻ്റെ തുടക്കമായിട്ട് മാറും. ഓക്കെ, ഇനി 100K താഴെയും ബിറ്റ്കോയിൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു മേജർ വാർണിംഗ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 100K താഴെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ 94 to 95K ആണ്. അവിടെയും നിന്നില്ല എന്നുണ്ടെങ്കിൽ 84K, അവിടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ 74K അല്ലെങ്കിൽ 75K എന്നുള്ളതാണ്. ട്രംപിൻ്റെ ടാരിഫ് ന്യൂസ് വന്ന സമയത്താണ് ബിറ്റ്കോയിൻ്റെ ഓൾ ടൈം ഹൈ ആയുള്ള 110K നിന്നും മാർക്കറ്റ് താഴത്തേക്ക് വന്ന് 74K, ഏകദേശം 30% ഡിപ്പ് മാർക്കറ്റിൽ വന്നത്. ഹിസ്റ്റോറിക്കലി ഒരു ബുൾ റണ്ണിന് മുമ്പ് ഒരു 30% ഡംപ് സാധാരണഗതിയിൽ ഉണ്ടാവുന്നതാണ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ്. പക്ഷേ ഇനി ഒരിക്കലും ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്നും മാർക്കറ്റ് 74K 75K റേഞ്ചിലേക്ക് വരാൻ പാടില്ല, വന്നിട്ടില്ല ഇതുവരെ ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ. അപ്പോൾ വരികയാണെങ്കിൽ, ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല, ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പഴയ കാര്യമാണ്, പുതിയ കാര്യങ്ങൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യപ്പെടാം. 2010 ശേഷം ഒരു വേൾഡ് വാർ 3 അത്ര വലിയ ന്യൂക്ലിയർ അറ്റാക്ക് കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഹിസ്റ്റോറിക്കലി അത്രയും വലിയ ഡിപ്പ് വീണ്ടും കാണാൻ പറ്റാത്തത്. പക്ഷേ ഇവിടെ ഒരു വേൾഡ് വാർ 3 പോവുകയാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് 75K ബ്രേക്ക് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. ബിറ്റ്കോയിൻ വലിയ ഡിപ്പ് 40,000 45,000 വരെയൊക്കെ പോയേക്കാം. എവിടെ വരെ പോകുന്നോ ഇത്ര വരെ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതെല്ലാം അപ്പോഴത്തെ വാറിൻ്റെ ഇൻറ്റൻസിറ്റിയും അപ്പോൾ വരുന്ന ഫിനാൻഷ്യൽ ക്രൈസിസും അനുസരിച്ചിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ന്യൂക്ലിയർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ ഇറാൻ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറാൻ അനുകൂലിക്കുന്ന രാജ്യങ്ങളുണ്ടാവും, ഇറാൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാജ്യങ്ങളുണ്ടാവും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും. അതാണ് വേൾഡ് വാർ 3. ഓക്കെ, അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഡിപ്പ് നമുക്ക് കാണാൻ പറ്റും. ഷാർപ്പായിട്ട് ഇതുപോലെ സിഗ്സാക്കൊന്നും ആയിരിക്കില്ല, പെട്ടെന്നായിരിക്കും മാർക്കറ്റ് താഴത്തേക്ക് വരിക. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ സേഫർ സൈഡിലേക്ക് മാറാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ഏതെങ്കിലും ഓപ്പൺ ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ലോസ് എൻട്രിയിലേക്ക് വെക്കുക. ഓക്കെ, ഷോർട്ട് ട്രേഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഷോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് ട്രേഡിൽ ഷോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഓൾറെഡി ഒരു ഷോർട്ട് ട്രേഡ് ഇവിടെ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്തു. അതെല്ലാം കൃത്യമായിട്ടുള്ള ലെവൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടൈറ്റായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ചെയ്യുക. കാരണം എന്താ, ഇവിടെ ഒരു പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഇവിടെ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഓൾറെഡി ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്യാൻ പറഞ്ഞു, ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് നെഗറ്റീവ് ന്യൂസാണ്, മാർക്കറ്റ് താഴത്തേക്ക് വന്നു. ഇനി ന്യൂക്ലിയർ ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മാർക്കറ്റ് റിക്കവറായി മേലേക്ക് പോകാൻ തുടങ്ങും. ഇനി സീസ് ഫയർ, ഇറാനും ഇസ്രായേലും തമ്മിൽ സീസ് ഫയർ, അതായത് യുദ്ധം നിർത്താനുള്ള കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ വീണ്ടും 110K മുകളിലേക്ക് ഈസിലി ബിറ്റ്കോയിൻ പോകും. അപ്പോൾ നിങ്ങൾ ഷോർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SL അല്ലെങ്കിൽ നിങ്ങളുടെ ലിക്വിഡേഷൻ ആണ് ഇവിടെ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലിക്വിഡേറ്റ് ആവും. അങ്ങനെ ചെയ്യാതിരിക്കുക. അത്രയും വലിയ ലെവറേജ് ഒന്നും ട്രേഡ് ചെയ്യരുത്. റിസ്ക് മാനേജ് ചെയ്യുക കൃത്യമായിട്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ വരെയൊന്നും വരില്ലായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ആരും SL ഇല്ലാതെ ട്രേഡ് ചെയ്യരുത്. എവിടെ വേണമെങ്കിലും മാർക്കറ്റ് വരാം, താഴത്തേക്കായാലും മേലത്തേക്കായാലും. അതുകൊണ്ട് ഒരിക്കലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, നിലവിലെ ലെവൽ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്തുകൊണ്ടാണ് നിലവിൽ മാർക്കറ്റ് പോകുന്നത്. ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ 103K 103.8K വരെയൊക്കെ വരുന്നത് നമുക്ക് ഈസിലി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് ട്രേഡ് ഓപ്പൺ ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുക ഇവിടെ ആയിരിക്കും. കൃത്യമായിട്ട് ചെറിയ സ്റ്റോപ്പ് ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ആ ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് 1:2 1:3 ഒക്കെ നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്തുകൊണ്ട് ട്രേഡുകൾ എടുക്കാം. പക്ഷേ സ്റ്റോപ്പ് ലോസ് ഭയങ്കര ചെറുതായിരിക്കണം. കാരണം ഒരു ന്യൂസ് വന്നാൽ പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കും. നമുക്ക് ഈ ഒരു വാർ സിറ്റുവേഷനിൽ ഫണ്ടമെൻ്റലി ഉള്ള ഒരു കാര്യങ്ങളും വാലിഡ് അല്ല, ഒരു ലെവൽസും വാലിഡ് അല്ല. എവിടെ വരെ വേണമെങ്കിലും മാർക്കറ്റ് പോവാം. വാറൊക്കെ ആയി കഴിഞ്ഞാൽ എവിടെ വരെ വേണമെങ്കിലും, അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ലെവലും വാലിഡ് അല്ല വാറിൻ്റെ കേസിലൊന്നും. എവിടെ വരെ വേണമെങ്കിലും പോവാം, എത്ര താഴെ വരെ വേണമെങ്കിലും പോവാം. 0 ആവുന്നല്ല ഞാൻ പറയുന്നത്. ഈ 74K വരെയൊക്കെ ബിറ്റ്കോയിൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ബൈ ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി ടെലഗ്രാമിൽ പറഞ്ഞിരുന്നു 100K വന്നാൽ വീണ്ടും ഞാൻ ബിറ്റ്കോയിൻ വാങ്ങും. ഞാൻ വാങ്ങി എന്ന കാര്യവും പറഞ്ഞിരുന്നു. വാങ്ങുമെന്നും പറഞ്ഞു, വാങ്ങി എന്നും പറഞ്ഞു ടെലഗ്രാമിൽ. കൃത്യമായിട്ട് ലിമിറ്റ് ഓർഡർ ഇട്ട് വെക്കാനും പറഞ്ഞിരുന്നു. ഒരുപാട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും വീണ്ടും 110K വന്ന സമയത്ത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തിട്ടുണ്ടാവും. ബിറ്റ്കോയിൻ താഴത്തേക്ക് വരുന്ന സമയത്തൊക്കെ ഞാൻ വാങ്ങും. കാരണം എന്താ, ബിറ്റ്കോയിനെ പോലെ തിരിച്ചു വരുന്ന ഒരു അസറ്റ് വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എത്ര താഴത്തേക്ക് ഡിപ്പ് കാരണം, ഒരു 30% ഡിപ്പ് ബിറ്റ്കോയിനിൽ വന്നതിന് ശേഷം വളരെ കുറഞ്ഞ ദിവസം കൊണ്ട് വീണ്ടും അതിനേക്കാൾ ഇരട്ടി V ഷേപ്പ് റിക്കവറി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു V ഷേപ്പിലാണ് മാർക്കറ്റ് റിക്കവർ ആവുന്നത്. കാണാൻ പറ്റുക, V ഷേപ്പിൽ മാർക്കറ്റ് റിക്കവർ ആവുകയാണ്. അപ്പോൾ ഇതുപോലെ റിക്കവർ ആവുന്ന ഒരു അസറ്റ് നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് ഭാഗ്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവിടെ വരെ മാർക്കറ്റ് വന്നാൽ കിട്ടുക. അപ്പോൾ ഞാൻ സ്പോട്ടിലാണ് പറയുന്നത്, സ്പോട്ടിൽ ഉറപ്പായിട്ട് ഞാൻ ബൈ ചെയ്യും. മാർക്കറ്റ് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബിറ്റ്കോയിൻ മാത്രം, അൾട്ട് കോയിൻസ് ഒന്നും വാങ്ങുകയില്ല. കാരണം എന്താണ്, അൾട്ട് കോയിൻസ് വളരെ വോളറ്റൈലായിരിക്കും. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ കാണാൻ പറ്റും 30% ടിപ്പ് തന്നു, വീണ്ടും 30% മുകളിലേക്ക് പോയി. പക്ഷേ അൾട്ട് കോയിൻസ് പോയോ? ഇല്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സുയി തന്നെ എടുക്കാം. സുയി $5 ട്രേഡ് ചെയ്യുന്ന സമയത്താണ് ബിറ്റ്കോയിൻ $110 ഉണ്ടായിരുന്നത്. 110 കേട്ടോ. അപ്പോൾ അവിടെ നിന്നും ബിറ്റ്കോയിൻ തിരിച്ച് 73K പോയ സമയത്ത് സുയി എന്ന് പറഞ്ഞാൽ $1.8 അവിടെ നിന്നാണ് നമ്മൾ ബൈ എടുക്കാൻ പറഞ്ഞതും ബൈ എടുത്തും. ടെലഗ്രാം ചാനൽ ഞാനെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും ബൈ എടുത്തിട്ടുണ്ടാവും. അവിടുന്ന് ബൈ എടുത്തു. തിരിച്ച് ബിറ്റ്കോയിൻ കയറി വന്നു 110K സമയത്താണ് നമ്മൾ വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ പറയുന്നത് സുയിൽ. ഓക്കെ, അപ്പോൾ $3.something എന്താണ് എൻ്റെ ഓർമ്മയിൽ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ആ ആൾട്ടോയിൻ ഒരിക്കലും 100% റിക്കവറി കാണിച്ചിട്ടില്ല. ബിറ്റ്കോയിൻ ആണെങ്കിൽ 100% റിക്കവർ ആവുകയും ചെയ്തു. ഡിപ്പെല്ലാം കവർ ചെയ്തു, കുറച്ച് പ്രോഫിറ്റും തന്നു. അൾട്ടോയിൻ ആണെങ്കിൽ ബിറ്റ്കോയിൻ റിക്കവർ ആവുന്നത് പോലെ റിക്കവർ ആവില്ല എന്നുള്ളതാണ് എല്ലാ കോയിൻസും. കുറഞ്ഞ കോയിൻസ് ഉണ്ട്, ടാവ പോലുള്ള കോയിൻസ് ഉണ്ട് പെട്ടെന്ന് റിക്കവർ ആവുന്ന, BNB കേക്ക് ഇതുപോലുള്ള കുറഞ്ഞ കോയിൻസ് ഉണ്ട് പെട്ടെന്ന് റിക്കവറായി വരുന്ന ബിറ്റ്കോയിനോടൊപ്പം തന്നെ. അങ്ങനത്തെ കോയിൻസ് ആണെങ്കിൽ പ്രശ്നമല്ല. അല്ലാത്ത കോയിൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വേൾഡ് വാർ 3 അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ അറ്റാക്കൊക്കെ നടക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ലോസിലാണ് എന്നുണ്ടെങ്കിൽ ആ ലോസ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഓക്കെ, ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ ഒന്നുമല്ല. കാരണം എന്താ, നിങ്ങളിപ്പോൾ സെല്ല് ചെയ്യുന്ന ഈ 93K എന്ന് പറയുന്ന റേഞ്ചിൽ നിന്നാണെന്ന് വിചാരിക്കുക. ബിറ്റ്കോയിൻ അല്ല, അൾട്ട് കോയിൻസ്. ബിറ്റ്കോയിൻ 93K എത്തുന്ന സമയത്ത് നിങ്ങൾ അൾട്ട് കോയിൻ എല്ലാം സെല്ല് ചെയ്തു. ലോസ് ആണെങ്കിൽ പോയിക്കോട്ടെ, മുഴുവൻ എമൗണ്ട് പോകേണ്ട നേരം സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോസിറ്റീവ് ന്യൂസ് വന്നു കഴിഞ്ഞാൽ വിത്തിൻ ചെറിയ 2-3 ദിവസം കൊണ്ട് ബിറ്റ്കോയിൻ ഓൾ ടൈം ഹൈയിലെത്തും. അൾട്ട് കോയിൻസും കൂടെ പമ്പ് ചെയ്യും. അപ്പം നിങ്ങളുടെ ലോസ് എന്താവും? എന്നെ ബ്ലെയിം ചെയ്യാം നിങ്ങൾക്ക്.
ഞാൻ പറഞ്ഞിട്ടാണ് സെല്ല് ചെയ്തത്, എന്നെ ഒന്ന് തെറി വിളിക്കാം, അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നിങ്ങളുടെ ഡിസിഷനാണ് സെല്ല് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ഞാൻ പറഞ്ഞു തന്നത് ഈ 100K താഴെ ഡെയിലി ക്ലോസിങ് ചെയ്യുകയാണ്, 100K താഴെ ഈ ഒരു ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ മാർക്കറ്റ് അവിടെ നിന്ന് മുകളിലേക്കും പോയേക്കാം, താഴത്തേക്കും പോയേക്കാം, അത് ആർക്കും പറയാൻ പറ്റില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരാൾക്കും പറയാൻ പറ്റില്ല അടുത്തായിട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നുള്ളത്. ഓക്കെ, കാരണം ഈ വാർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത്രയും അൺസർട്ടൈൻ ആണ്. നമുക്ക് ഒരിക്കലും ഇന്ന ലെവൽ വരെ പോകും എന്ന കാര്യം പറയാൻ പറ്റുകയില്ല. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ സ്പോട്ടിൽ അൾട്ട് കോയിൻസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ചെയ്യേണ്ടത് പ്രോഫിറ്റിലുള്ള എല്ലാ കോയിൻസിനും കുറച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക, എന്നിട്ട് സ്റ്റോപ്പ് ലോസ് എൻട്രിയിൽ വെക്കുക എല്ലാവരും. അതൊരിക്കലും നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി നിങ്ങൾ ലോസിലാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെറിയ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DCA ചെയ്യാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ ഒരു സിംഗിൾ ബൈയിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് ഒറ്റയടിക്ക് ആ കോയിൻ വാങ്ങാൻ പാടില്ല. 1000 രൂപ മുറിച്ച് 10 ബൈ ആയിട്ട് എടുക്കാൻ പാടുള്ളൂ. ഞാൻ എത്ര പ്രാവശ്യം മാസങ്ങളായിട്ട് പറയുന്നതാണ് ടെലഗ്രാം ചാനലിലും വീഡിയോസിലും എല്ലാം തന്നെ. അപ്പോൾ DCA ചെയ്യാത്തൊരു കോയിൻ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങളുടെ വെറും നടക്കാത്തൊരാഗ്രഹം മാത്രമാണ്. DCA ചെയ്യാതെ ഒരിക്കലും സ്പോട്ടിൽ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. നിലവിലെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആർക്കും റിട്ടേൺസേ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഷോർട്ടും ലോങ്ങും ചെയ്യുന്നവർക്ക് മാത്രമാണ്, ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രോഫിറ്റ് ഉണ്ടാവുക. സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, പക്ഷേ അൾട്ട് കോയിനിൽ അത് ചെയ്യുന്ന സമയത്ത് റിസ്ക് വളരെ കൂടുതലാണ്. ബിറ്റ് കോയിനിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ബിറ്റ് കോയിൻ വാങ്ങണോ, ഇവിടുന്ന് വാങ്ങാം, ഒരു പ്രശ്നവുമില്ല. ഫ്യൂച്ചറിലേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടുന്ന് ബിറ്റ് കോയിൻ വാങ്ങാം, ഒരു പ്രശ്നവുമില്ല. ബിറ്റ് കോയിൻ ഇവിടുന്ന് മുകളിലേക്ക് തന്നെയാണ് പോകുക. പക്ഷേ ഷോർട്ട് ടൈമിൽ ഈ ഒരു യുദ്ധം കഴിയുന്നത് വരെയൊക്കെ വളരെ താഴത്തേക്കൊക്കെ വന്നേക്കാം. അവിടുന്ന് നമ്മൾ സെല്ല് ചെയ്യുന്നില്ല, നമ്മൾ ഹോൾഡ് ചെയ്യാണ്. നമ്മൾ ബിറ്റ് കോയിൻ വാങ്ങിയത് ഇപ്പോൾ വിൽക്കാനല്ല, 10-20 വർഷത്തേക്കാണ്. അപ്പോഴത്തേക്കും നമ്മൾ 10x 20x എന്ന് പറയുന്ന റിട്ടേണിലേക്ക് ബിറ്റ് കോയിൻ എത്തും. അത്രയും വർഷങ്ങൾ കൊണ്ടാണ് ഞാൻ പറയുന്നത്, അല്ലാതെ കഴിഞ്ഞ അടുത്ത മാസമോ അതിൻ്റെ തൊട്ടടുത്ത വർഷമൊന്നുമല്ല. ഓക്കെ, അത്രയും വർഷങ്ങൾ കൊണ്ട് ബിറ്റ് കോയിൻ ആ റിട്ടേണിലേക്ക് ഉറപ്പായിട്ടും എത്തും. അതുകൊണ്ടാണ് മൈക്കിൾ സെയ്ലർ, ബ്ലാക്ക് റോക്ക്, ട്രംപിൻ്റെ കമ്പനി എല്ലാം തന്നെ ബൈ ചെയ്യുന്നത് ലോങ് ടൈമിലേക്കാണ്. മൈക്കിൾ സെയ്ലർ നമുക്കറിയാം, ബി സ്ട്രാറ്റജീൻ്റെ ഓണറായിട്ടുള്ള CEO ആയിട്ടുള്ള ആളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്രയോ ഡിപ്പിൽ നിന്ന് മാർക്കറ്റ് എത്ര താഴത്തേക്ക് പോയാലും പുള്ളി ബൈ ചെയ്യും. നമുക്കതുപോലെ ബൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം പുള്ളിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 10, 20, 30, 40 വർഷത്തേക്കാണ്, ആ കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ബിറ്റ് കോയിൻ, അൾട്ട് കോയിൻസ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പ്രോഫിറ്റിലുള്ള കോയിൻസ് അല്ല ഇപ്പം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇവിടുന്ന് ചിലപ്പോൾ മാർക്കറ്റ് പമ്പായി വീണ്ടും ഒരു ഹൈയിലേക്ക് പോയേക്കാം, പക്ഷേ അവിടെ നമുക്ക് ലോസ് ഉണ്ടാവുന്നില്ല. കിട്ടുന്ന പ്രോഫിറ്റ് ചിലപ്പോൾ മിസ്സായേക്കാം, പക്ഷേ അവിടെ ലോസ് വരുന്നില്ല. നമുക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി വീണ്ടും എടുക്കാം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഫണ്ടില്ല, മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഡിസിഷനാണ്. ഇവിടുന്ന് സ്പോട്ടിലുള്ള കോയിൻസ് ഒന്നും സെല്ല് ചെയ്യാനല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എടുത്ത് ചാടി ഡിസിഷൻ ഒന്നും എടുക്കാതിരിക്കുക. ഞാൻ പറയുന്നത് വെയിറ്റ് ചെയ്യുക. വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്കൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്പോട്ടിലുള്ള എല്ലാ അൾട്ട് കോയിൻസ് സെല്ല് ചെയ്തുകൊണ്ട് അത് ബിറ്റ് കോയിനിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ സ്റ്റേബിൾ കോയിനായിട്ട് കീപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഡിപ്പെന്ന് ഉറപ്പായിട്ട് നല്ല ബൈ കിട്ടും ആ കോയിൻ തന്നെ, നിങ്ങൾ സെല്ല് ചെയ്ത കോയിൻ തന്നെ. അപ്പോൾ ഞാനിപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത കോയിൻസ് എന്ന് പറഞ്ഞാൽ സുയി ഉണ്ട്, കേക്ക് ഉണ്ട്, BNB ഉണ്ട്, അതുപോലെ തന്നെ വേം ഹോൾ ഉണ്ട്. വേം ഹോളൊക്കെ എത്രയോ മാസം മുൻപ് ഞാൻ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തതാണ്. 300% ഓവർ 300% മുകളിൽ നമുക്ക് റിട്ടേൺ തന്ന കോയിനാണ് വേം ഹോൾ. അത് ഞാൻ അന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്തു. ഇതുവരെ അത് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്ത് എപ്പോഴാണ് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. അതൊന്ന് ഫോളോ ചെയ്യാത്തവരുണ്ട്. എന്നിട്ട് ഇനി അടുത്തതായിട്ട് വേം ഹോൾ അങ്ങോട്ട് പോകും, എൻ്റെ കയ്യിൽ ഇത്ര രൂപ ഉണ്ട്, ഞാൻ ഇൻവെസ്റ്റ് ചെയ്യട്ടെന്ന് ചോദിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ പറയുന്നു, സ്പോട്ടിൽ നിങ്ങൾ ഒരു കോയിനും പുതുതായിട്ട് വാങ്ങാതിരിക്കുക നിലവിൽ. കാരണം ഇനി അങ്ങോട്ടാണ് മാർക്കറ്റ് പോകാൻ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, എത്ര വരെ താഴത്തേക്ക് പോകുന്നൊന്നും. ഓക്കെ, പാനിക്കാക്കാനല്ല ഞാൻ ഈ പറയുന്നത്. ഈ ഒരു അൺസർട്ടനിറ്റി നിലവിൽ നിൽക്കുമ്പോൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും അൾട്ട് കോയിൻസിൽ നടത്താതിരിക്കുക. ബിറ്റ് കോയിനിൽ നിങ്ങൾക്കിപ്പോൾ വാങ്ങാം. ഓക്കെ, ഇവിടെ നിന്നും ബിറ്റ് കോയിൻ താഴത്തേക്ക് പോയേക്കാം, പക്ഷേ ഉറപ്പായിട്ടും തിരിച്ച് ഇതിന് മുകളിലേക്ക് പോകും ബിറ്റ് കോയിൻ. അൾട്ട് കോയിൻ അങ്ങനെ പോകുന്ന ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല ഒരു അൾട്ട് കോയിനും. ഓക്കെ, അപ്പോൾ അൾട്ട് കോയിൻസ് നിങ്ങൾ സ്പോട്ടിൽ ഹോൾഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ എല്ലാ കോയിൻസും, സൊലാനോ, ഓണ്ടോ, സുയി, എല്ലാ കോയിൻസും ഇപ്പോൾ നിലവിൽ പ്രോഫിറ്റിലാണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ ലെവലിൽ നിന്നാണ് നിങ്ങൾ ബൈ ചെയ്തതെന്നുണ്ടെങ്കിൽ. അല്ലാതെ നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് ബൈ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബൈ ചെയ്യാൻ പറയുന്ന സമയത്ത് ബൈ ചെയ്യില്ല. എന്നിട്ട് നമ്മളെല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കിയതൊക്കെ ടെലഗ്രാമിൽ കാണുന്ന സമയത്ത് അപ്പോൾ ബൈ ചെയ്യും. അപ്പോഴേക്കും നമ്മളെല്ലാവരും സെല്ല് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ ബൈ ചെയ്യുന്ന ആൾ മാത്രം ട്രാപ്പായി പോകും. അങ്ങനെ ആവുന്നവരുണ്ട്. അത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്കാണ്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്പോട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ കെയർഫുൾ ആയിട്ടിരിക്കുക. ലെവൽസ് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. 100K താഴെ ഡെയിലി ക്ലോസ് വന്നു, ഷാർപ്പായിട്ടുള്ള ഡിപ്പ് വരികയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ സേഫ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്പോട്ടിൽ തന്നെ എൻട്രി SL വെക്കുക എന്നുള്ളതാണ്. സ്റ്റോപ്പ് ലോസ് എൻട്രിയിലേക്ക് വെക്കുക. നിലവിൽ ലോസിലാണെന്നുണ്ടെങ്കിൽ ആ ലോസിൽ എക്സിറ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇതൊരു വേൾഡ് വാർ 3ലേക്കൊക്കെ പോവുകയാണെങ്കിൽ, പോവില്ല എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, പോവുകയാണെങ്കിൽ ന്യൂക്ലിയർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ വീണ്ടും ഡിപ്പ് കാണാൻ പറ്റും. അപ്പോൾ
വലിയ രീതിയിലുള്ള നഷ്ടം നിങ്ങൾക്ക് ഉണ്ടാവും. ഈ ബിറ്റ്കോയിൻ ഡോമിനൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഡെയിലി ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയിട്ടുള്ള മൊമെൻറ്റം തന്നെയാണ് ബിറ്റ്കോയിൻ ഡോമിനൻസ് കാണിക്കുന്നത്. ഓക്കെ, നിലവിൽ ഒരു റെസിസ്റ്റൻസ് ലെവലിലാണ് ബിറ്റ്കോയിൻ ഡോമിനൻസ് ഉള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വാർ സിറ്റുവേഷനിൽ നമുക്ക് ഒരിക്കലും ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളും വാലിഡ് ആണെന്ന് പറയാൻ പറ്റില്ല. എവിടെ വരെ നിൽക്കുന്നു ഈ ലെവൽസോ ഒന്നും റെസ്പെക്ട് ചെയ്യില്ല. മാർക്കറ്റ് ഷാർപ്പായുള്ള ഫോൾ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ വലിയൊരു ഡിപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് ഗോൾഡൻ ബൈയിങ് ഓപ്പർച്യൂണിറ്റിയാണ്. നമുക്ക് പാൻഡമിക് ഒക്കെ വന്ന സമയത്ത്, അതായത് കൊറോണയൊക്കെ വന്ന സമയത്ത് വലിയൊരു ഡിപ്പ് മാർക്കറ്റിൽ വന്നിരുന്നു. ആ ഡിപ്പ് ബൈ ചെയ്തവരാണ് നിലവിൽ ഏറ്റവും കൂടുതൽ ക്രിപ്റ്റോയിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളവർ. ആ ഡിപ്പിന്ന് ബൈ ചെയ്യുന്നവർ, ഡിപ്പ് വരുന്ന സമയത്ത് എല്ലാവരും സെൽ ഓഫ് ചെയ്ത് ഓടുകയാണ് ചെയ്യുക മാർക്കറ്റിൽ നിന്ന്. എങ്ങനെയും കിട്ടിയ പ്രോഫിറ്റ് മതി, അല്ലെങ്കിൽ ലോസ് ആണെങ്കിൽ പോയിക്കോട്ടെ വിചാരിച്ചിട്ട്. അപ്പോൾ റിസ്ക് എടുക്കുന്നവർക്കാണ് കൂടുതൽ ഏണിങ്സ് ഉണ്ടാവുക. മാർക്കറ്റിന് മുകളിലേക്ക് പോവുകയാണ്. 108K മുകളിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബുള്ളിഷായുള്ള മൊമെൻറ്റം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്പോട്ടിൽ കോയിൻസ് വാങ്ങാം. അതുവരെ വെയിറ്റ് ചെയ്യുക. 108K മുകളിൽ ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്കൊരു ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടുള്ളൂ. ബുള്ളിഷായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോവുകയാണെന്ന് കൺഫർമേഷൻ കിട്ടിയിട്ട് മാത്രം ഇനി സ്പോട്ടിൽ പുതിയ കോയിൻസ് വാങ്ങുക. നിലവിൽ വാങ്ങിയത് പ്രോഫിറ്റിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോപ്പ് ലോസ് സെൻറ്ററിലേക്ക് വെക്കുക. സേഫായിട്ട് മാത്രം കളിക്കുക. വെറുതെ നിങ്ങളുടെ ക്യാഷ് കളയരുത്. ഓപ്പർച്യൂണിറ്റീസ് 100ഉം 200ഉം ഇൻഫിനിറ്റി ഓപ്പർച്യൂണിറ്റീസാണ് ക്രിപ്റ്റോയിലുള്ളത്. പക്ഷേ ക്യാഷ് ഇൻഫിനിറ്റി അല്ല. തീർന്നു പോയി കഴിഞ്ഞാൽ തീർന്നു, നിങ്ങൾക്ക് മാത്രമായിരിക്കും നഷ്ടം. ആ ഒരു കാര്യം കൃത്യമായിട്ട് ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുക. വാറോ കാര്യങ്ങളോ ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് റിക്കവർ ആവും. ഒരു വേൾഡ് വാർ 3ലേക്കും ന്യൂക്ലിയർ അറ്റാക്കൊക്കെ ഒരു പറയുന്ന പോലെയൊക്കെ നടന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു നഷ്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഡിസിഷൻസ് എടുക്കുക. ഞാൻ പറഞ്ഞു, ഇപ്പോൾ തന്നെ സെൽ ഓഫ് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നു. ഇപ്പോൾ സെല് ചെയ്യാനല്ല ഞാൻ പറയുന്നത്, വെയിറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ബൈ ചെയ്യാനും, ബെയറിഷ് കൺഫർമേഷൻ ആണെങ്കിൽ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങാനും നിങ്ങൾ തയ്യാറായിരിക്കണം. റെഡി ആയിരിക്കുക. മാർക്കറ്റിനെ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അലേർട്ട്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ആക്ട് ചെയ്യുക. കൃത്യമായുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ നമ്മുടെ ട്വിറ്ററും ഫോളോ ചെയ്ത് വെക്കാൻ മറക്കാതിരിക്കുക. ഇനിയും ഇതുപോലുള്ള മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിൽ അറിയിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.